സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിപ്റ്റോഫാൻ ഒപ്പറോണിനെ കുറിച്ചാണ്. സോ നിങ്ങൾ ലാക്കപ്രോൺ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാവുള്ളൂ. സോ ട്രിപ്റ്റോഫാൻ ഒപ്പറോൺ എന്ന് പറയുന്നത് ഒരു റിപ്രസബിൾ ഒപ്പറോൺ ആണ്. അതായത് ട്രിപ്റ്റോഫാന്റെ പ്രസൻസിൽ ഈ ഒപ്പറോൺ ഓഫ് ആവും. സോ നേരത്തെ കേസിൽ നമ്മൾ ലാക്കപ്രോൺ ആണെങ്കിലും അറാബിനോസ് ഒപ്പറോൺ ആണെങ്കിലും ഗാലക്ടോസ് ഒപ്പറോൺ ഒക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞെന്താണ് ഈ ഇൻഡ്യൂസബിൾ ഒപ്പറോൺ ആണ്. അതായത് അവരുടെ പ്രസൻസിൽ അവരെ കാറ്റബിളൈസ് ചെയ്യുന്ന ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ജീൻസിനെ സിന്തസൈസ് ചെയ്യുകയാണ് ആ ഒപ്പറോൺ ചെയ്യുന്നത്. പക്ഷേ ട്രിപ്റ്റോഫാൻ ഒപ്പറോണിന്റെ കേസിൽ റിപ്രസബിൾ ഒപ്പറോൺ ആണ്. സോ ഇവിടെ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാന്റെ ബയോസിന്തസിന് വേണ്ടിയിട്ടുള്ള എൻസൈംസിനെ കോഡ് ചെയ്യുന്ന ജീൻസുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രിപ്റ്റോഫാൻ ഉള്ള സമയത്ത് ഒപ്പറോൺ ഓഫ് ആവും. കാര്യം എന്താണ്? ട്രിപ്റ്റോഫാൻ ഉണ്ട്. അപ്പം ട്രിപ്റ്റോഫാന് ബയോസിന്തസൈസ് ചെയ്യുന്ന ജീൻ ഓൺ ചെയ്ത് സിന്തസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ട്രിപ്റ്റോഫാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ ഒപ്പറോൺ ഓൺ ആവുന്നത്. ഇനി ട്രിപ്റ്റോഫാന്റെ സിന്തസിസ്, അതാണല്ലോ ഈ ഒപ്പറോൺ ചെയ്യുന്നത്. അത് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്നുമല്ല. കൊറിസ്മേറ്റിൽ നിന്നാണ് ട്രിപ്റ്റോഫാൻ ഉണ്ടാവുന്നത്. ട്രിപ്റ്റോഫാൻ കൊറിസ്മേറ്റിൽ നിന്ന് ആൻഡ്രാനിലേറ്റ് ആയിട്ട് കൺവേർട്ടഡ് ആവും. എൻസൈം ആൻഡ്രാനിലേറ്റ് സിന്തേസ് എൻസൈം ആണ്. എന്നിട്ട് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഇൻഡോൾ 3 ഗ്ലിസറോൾ പൈറുവേറ്റ്. മെയിൻ സ്റ്റെപ്സ് മാത്രം നമുക്ക് നോക്കാം. എൻസൈം ആണ് ഇൻഡോൾ 3 ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ആണ്. ഇൻഡോൾ 3 ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് എൻസൈം ആണ് ഇൻഡോൾ 3 ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് സിന്തേസ്. ഓക്കെ, ഇൻഡോൾ 3 ഗ്ലിസറോൾ ഫോസ്ഫേറ്റിൽ നിന്ന് നമ്മുടെ എൽ ട്രിപ്റ്റോഫാൻ ഉണ്ടാവുന്നു. എൻസൈം എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ സിന്തേസ് ആണ്. സിമ്പിൾ സ്റ്റെപ്സ്, മെയിൻ സ്റ്റെപ്സുകൾ മാത്രം. കൊറിസ്മേറ്റ്, ആൻഡ്രാനിലേറ്റ് നിന്ന് ഇൻഡോൾ 3 ഗ്ലിസറോൾ ഫോസ്ഫേറ്റ്, ട്രിപ്റ്റോഫാൻ. അപ്പൊ ഈ എൻസൈംസുകളാണ് നമുക്ക് നോക്കേണ്ടത്. സോ ട്രിപ്റ്റോഫാൻ ഒപ്പറോൺ നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഇവിടെ ഒരു ട്രിപ്റ്റോഫാൻ ഒപ്പറോൺ പ്രൊമോട്ടർ ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലീഡൽ ട്രിപ്റ്റോഫാൻ ലീഡൽ സീക്വൻസ് ഉണ്ട്. ഇത് ഈ ഒരു ഒപ്പറോണ് മാത്രം പ്രത്യേകതയാണ്. മറ്റു ഒപ്പറോൺസ് നമ്മൾ ലീഡൽ സീക്വൻസ് കണ്ടില്ല. പിന്നെ ഉള്ള സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത് എ, ബി, സി, ഡി, ഇ, തിരിച്ച് ഇ, ഡി, സി, ബി, എ. ഓക്കെ, അതിൽ ഈ ഡിയും ഇയും കോഡ് ചെയ്യുന്നത് എൻസൈം എന്ന് പറഞ്ഞ ആൻഡ്രാനിലേറ്റ് സിന്തേസ് ആണ്. ഡിയും ഇയും ടുഗദർ. പിന്നെ സി കോഡ് ചെയ്യുന്നതാണ് ഇൻഡോൾ 3 ഗ്ലിസറോൾ ഫോസ്ഫേറ്റ്. എയും ഇയും കോഡ് ചെയ്യുന്നതാണ് എയും ബിയും കോഡ് ചെയ്യുന്നതാണ് ട്രിപ്റ്റോഫാൻ സിന്തേസ് എന്ന് പറയുന്നത്. എയും ബിയും കോഡ് ചെയ്യുന്നതാണ് ട്രിപ്റ്റോഫാൻ സിന്തേസ്. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിലാണ് ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് ജീൻസ് ആണ്. ഇനി നമ്മൾ ഈ ഒപ്പറോൺ പറഞ്ഞപ്പോഴത്തേക്കും മറ്റു ഒപ്പറോൺ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു റിപ്രസറിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല, അല്ലെ? റിപ്രസറിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഈ ഒപ്പറോണിൽ കാണുന്നില്ല. പക്ഷെ ആക്ച്വലി ഇവിടെ റിപ്രസർ ഉണ്ട്. പക്ഷെ ദേ ആർ ഡിസ്റ്റന്റ്ലി ലൊക്കേറ്റ്, ഒരുപാട് ദൂരെയാണ് അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ട്രിപ്റ്റ് ആർ എൻകോഡ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ ഒരു ആക്റ്റീവ് റിപ്രസർ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു അപ്പോ റിപ്രസർ ആണ്. ഇപ്പൊ ട്രിപ്റ്റോഫാൻ ഉള്ള സമയത്ത് ഈ ട്രിപ്റ്റോഫാനും അപ്പോ റിപ്രസറും കൂടെ ഒരു കോംപ്ലക്സ് ആവും. എന്നിട്ട് അത് ആക്റ്റീവ് ആവും. എന്നിട്ട് അവർ ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ശരിക്കും ട്രിപ്റ്റോഫാൻ ഒരു കോ റിപ്രസർ ആയിട്ട് നമുക്ക് പറയാം. അവിടെ ഒരു റിപ്രഷൻ ചെറിയ രീതിയിൽ ഉണ്ട്, റിപ്രഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഒപ്പറോണിൽ മാത്രം ഞാൻ പറഞ്ഞ പോലെ ഒരു ലീഡർ സീക്വൻസിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണത്? സോ ലീഡർ സീക്വൻസ് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ട്രിപ്റ്റോഫാൻ ഉള്ള സമയത്ത് ഈ ട്രിപ്റ്റോഫാനും അപ്പോ റിപ്രസറും കൂടെ ബൈൻഡ് ചെയ്ത് എന്ത് ചെയ്യും? ആക്റ്റീവ് അപ്പോ റിപ്രസർ ആയിട്ട് ഇത് ഓപ്പറേറ്റീവ് ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി ട്രിപ്റ്റോഫാൻ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും?
അപ്പോൾ റിപ്രസർ ഇനാക്റ്റീവ് ആയിട്ടാണ് ഇവർ ബൈൻഡ് ചെയ്തില്ല. സോ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രക്ചറൽ ജീൻ നടന്നിട്ട് ട്രിപ്റ്റോഫാനെ സിന്തസൈസ് ചെയ്യും. ഇനി ട്രിപ്റ്റോഫാൻ L. അപ്പം ട്രിപ്റ്റോഫാൻ ഇല്ലാത്തൊരവസ്ഥയിൽ RNA പോളിമറൈസ് എന്ത് ചെയ്യും? പ്രൊമോട്ടറിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ട്രിപ്റ്റോഫാൻ L ലീഡർ സീക്വൻസിനെ അവർ ട്രാൻസ്ക്രൈബ് ചെയ്യും. അപ്പം ആ mRNAക്ക് ഇതുപോലെ 4 റീജിയൻ ഉണ്ട്. 1, 2, 3, 4 4 റീജിയൻസ് ഉണ്ട്. ഈ 1 എൻകോഡ് ചെയ്യുന്ന ഒരു ലീഡർ സീക്വൻസ് ഉണ്ട്. 14 അമിനോ ആസിഡ്സ് ഉള്ള ലീഡർ ഒരു റെസിഡ്യൂസ് ആണ്. അതിനകത്ത് 10ാമത്തെ അല്ലെങ്കിൽ 11ാമത്തെ കോഡോണ് കോഡ് ചെയ്യുന്നത് UGG ആണ്. UGG എന്ന് വെച്ചാൽ ട്രിപ്റ്റോഫാന് വേണ്ടി കോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ 2, 3, 4 എന്ന് പറയുന്നത് അറ്റിന്യൂഷൻ മെക്കാനിസത്തിന് ഇൻവോൾവ് ചെയ്യുന്ന റീജിയൻസ് ആണ്. ഇനി ഈ 1ഉം 2നും ആക്ച്വലി പെയർ ചെയ്ത് ലൂപ്പായിട്ട് ഫോം ചെയ്യാം. ഓക്കെ, 3ഉം 4നും ലൂപ്പ് ഉണ്ടാകും, 2ഉം 3ക്കും ലൂപ്പ് ആകും. ഇനി 3ഉം 4ഉം ലൂപ്പ് ആയി കഴിഞ്ഞാൽ, പെയർ ചെയ്ത് ലൂപ്പ് ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്റ്റെം ആൻഡ് ലൂപ്പ്, ആക്ച്വലി അത് സ്റ്റെം ആൻഡ് ലൂപ്പാണ്, അത് ടെർമിനേഷൻ ലൂപ്പ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ 2ഉം 3യും കൂടെ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആന്റി ടെർമിനേഷൻ ലൂപ്പാണ്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇതാണ് ആ ലീഡർ സീക്വൻസ്. ഫസ്റ്റ് റീജിയനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10th 11th റെസിഡ്യൂ UGG ആണ്, ട്രിപ്റ്റോഫാന് കോഡ് ചെയ്യുന്ന റീജിയൻ ആണ്. ഇനി ഞാൻ പറഞ്ഞു പല സ്ഥലങ്ങളിൽ ഇത് ലൂപ്പ് ഫോർമേഷൻ നടക്കുന്നത്. ഇനി എപ്പോഴാണ് ഇത് പെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ 1ഉം 2ഉം 2ഉം 3ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പെയർ ചെയ്യുന്ന ഏതൊക്കെ കണ്ടീഷൻസിലാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ ട്രിപ്റ്റോഫാൻ ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ട്രിപ്റ്റോഫാൻ ഇല്ല, അപ്പൊ എന്താണ്, സ്ട്രക്ചറൽ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കണം. സോ അപ്പോൾ ഇവിടെ റിപ്രസർ ഇല്ല അല്ലേ. അപ്പൊ RNA പോളിമറൈസ് ബൈൻഡ് ചെയ്തിട്ട് ലീഡർ സീക്വൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും. പക്ഷെ നമുക്കറിയാം പ്രൊകാരിയോട്സിൽ എങ്ങനെയാണ് ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും കപ്പിൾഡ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റൈബോസോം വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, സോ RNA പോളിമറൈസ് റീജിയൻ 1നെ ട്രാൻസ്ക്രൈബ് ചെയ്യും, പിന്നെ റീജിയൻ 2നെ ട്രാൻസ്ക്രൈബ് ചെയ്യും. അപ്പൊ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, റീജിയൻ 1 and 2 പെയർ ചെയ്യാൻ തുടങ്ങും. 3ലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് റീജിയൻ 1 and 2 പെയർ ചെയ്യും. സോറി, 1 and 2 പെയർ ചെയ്യുന്നല്ല, അതായത് 1 2 ഉണ്ടായി. RNA പോളിമറൈസ് 3rd റീജിയൻ 4th റീജിയൻ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് അവരിങ്ങനെ പോസ് ചെയ്യും, റൈബോസോം വല്ല അറ്റാച്ച് ചെയ്യുന്നുണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ വന്നില്ലെങ്കിൽ 3ഉം 4ഉം കൂടെ വന്ന് സ്റ്റെം ആൻഡ് ലൂപ്പ് സ്ട്രക്ചറായിട്ട് ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. നമുക്ക് ഇത് നോക്കാം. ലോ ട്രിപ്റ്റോഫാൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്താണ്, ട്രിപ്റ്റോഫാനെ സിന്തസൈസ് ചെയ്യും. അപ്പൊ ലീഡർ സീക്വൻസിൽ റീജിയൻ 1 എമേർജ് ചെയ്തു, RNA പോളിമറൈസ് ട്രാൻസ്ക്രൈബ് ചെയ്തു, 1 കഴിഞ്ഞു, റീജിയൻ 2 ട്രാൻസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ റൈബോസോം വന്ന് അറ്റാച്ച് ചെയ്തു. സോ RNA പോളിമറൈസ് പിന്നെ റീജിയൻ 3നെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്താണ്, ട്രാൻസ്ലേഷൻ തുടങ്ങി. റൈബോസോം റീജിയൻ 1ൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം പെയറിംഗ് ഇല്ല, 1 and 2 തമ്മിൽ പെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമുക്കറിയാം റീജിയൻ 1ൽ UGG ട്രിപ്റ്റോഫാൻ കോഡോൺ ഉണ്ട്. സോ നമ്മൾ ഒന്നുകൂടി പറയാം. ലോ ട്രിപ്റ്റോഫാൻ ആണ് കണ്ടീഷൻ സെല്ലിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ട്രിപ്റ്റോഫാനെ സിന്തസൈസ് ചെയ്യണം. സോ അപ്പം ലീഡർ സീക്വൻസ് ഫസ്റ്റ് RNA പോളിമറൈസ് ട്രാൻസ്ക്രൈബ് ചെയ്തു, പിന്നെ റീജിയൻ 2നെ ട്രാൻസ്ക്രൈബ് ചെയ്തു,
അപ്പോഴത്തേക്കും റൈബോസോം ട്രാൻസ്ലേഷൻ ട്രാൻസ്ക്രിപ്ഷൻ കപ്പിൾഡ് ആണ്. റൈബോസോം റീജിയൻ 1ലേക്ക് വന്നു, പോളിമറൈസ് റീജിയൻ 3നെ ട്രാൻസ്ക്രൈബ് ചെയ്തു. അപ്പം റൈബോസോം ഫസ്റ്റ് റീജിയനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു റീജിയൻ 1ൽ 10th 11th പൊസിഷനിൽ UGG ട്രിപ്റ്റ് കോഡൺ ഉണ്ട് അല്ലേ. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ ഓൾറെഡി ട്രിപ്റ്റോഫാൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഈ ഏരിയ 10th ഏരിയ വരുമ്പോഴത്തേക്കും TRNA കണ്ടെയ്നിങ് ട്രിപ്റ്റോഫാൻ വരണം, എന്നാൽ മാത്രമേ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ റൈബോസോം സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് വെച്ചാൽ ഇവിടെ സ്റ്റക്ക് ചെയ്യുന്ന സമയത്ത് ഈ 2ഉം 3യും കൂടെ അങ്ങ് പെയർ ചെയ്യും. ഓക്കെ, അപ്പൊ 3ക്കും 4നും പെയർ ചെയ്യാൻ പറ്റില്ല. 3യും 4ഉം പെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെർമിനേഷൻ ലൂപ്പാണ്. 2ഉം 3യും പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആന്റി ടെർമിനേറ്റർ ലൂപ്പാണ്. സോ RNA പോളിമറൈസ് എന്ത് ചെയ്യും, സ്ട്രക്ചറൽ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും ഫോർ ദ സിന്തസിസ് ഓഫ് ട്രിപ്റ്റോഫാൻ. അപ്പൊ ട്രിപ്റ്റോഫാന്റെ ലെവൽ മീഡിയത്തിൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അപ്പം നമുക്കറിയാം ട്രിപ്റ്റോഫാൻ സ്ട്രക്ചറൽ ജീൻ 5 ജീൻസ് ഉണ്ട്. അപ്പൊ 5 റൈബോസോം ബൈൻഡിങ് സൈറ്റ്സും ഉണ്ട്. അതായത് ഷൈൻ ഡെൽഗാനോ സീക്വൻസ് 5 എണ്ണം ഉണ്ടാവും. ഓരോ റൈബോസോംസ് ഓരോ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും. ഇനി രണ്ടാമത്തെ കേസ് ഹൈ ട്രിപ്റ്റോഫാൻ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, സോ RNA പോളിമറൈസ് എന്ത് ചെയ്യും, ലീഡർ ഫസ്റ്റ് റീജിയനെ ട്രാൻസ്ക്രൈബ് ചെയ്യും, ലീഡർ 2നെ ട്രാൻസ്ക്രൈബ് ചെയ്യും. അപ്പൊ 10th കോഡൺ എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ട്രിപ്റ്റോഫാൻ ഹൈ ആണ്. അപ്പൊ TRNA കണ്ടെയ്നിങ് ട്രിപ്റ്റോഫാൻ ഒത്തിരി ഉണ്ട്. അപ്പൊ ട്രിപ്റ്റോഫാൻ വന്ന് വരും. അപ്പോഴത്തേക്ക് RNA പോളിമറൈസ് 4th റീജിയൻ ട്രാൻസ്ക്രൈബ് ചെയ്യും. ഇപ്പൊ റൈബോസോം എന്ത് ചെയ്യും, സെക്കൻഡ് റീജിയൻ എത്തുമ്പോഴത്തേക്ക് എന്താണ് 2ഉം 3നും പെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാര്യം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റൈബോസോം മൂവ് ചെയ്യുക. കാരണം ട്രിപ്റ്റോഫാൻ മീഡിയത്തിൽ കുറേ ഉണ്ട്, TRNA ഇഷ്ടംപോലെ ഉണ്ട് ട്രിപ്റ്റോഫാനിൽ. അപ്പം പെട്ടെന്ന് റൈബോസോം 2ലേക്ക് എത്തി. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, 3ഉം 4ഉം അത് പെയർ ചെയ്യും. സോ ദിസ് ഈസ് ദ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റർ ലൂപ്പ്. അപ്പം ദേ വിൽ ഇൻഹിബിറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. കാര്യം എന്താണ്, ഹൈ ട്രിപ്റ്റോഫാൻ ഉണ്ട്. ഹൈ ട്രിപ്റ്റോഫാൻ ഉള്ള സമയത്ത് സെല്ലിൽ ട്രിപ്റ്റോഫാനെ സ്ട്രക്ചറൽ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കേണ്ടത് 2ഉം 3യും കൂടെ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റി ടെർമിനേഷൻ ലൂപ്പാണ്. ഓക്കെ, അതുപോലെ തന്നെ 3യും 4ഉം കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ടെർമിനേഷൻ ലൂപ്പ്.